നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. ദില്ലി പട്യാല കോടതിയിൽ സംഘപരിവാർ അനുകൂലികളായ അഭിഭാഷകരുടെ ഗുണ്ടാവിളയാട്ടം. കോടതിക്കുള്ളിൽ കനയ്യകുമാറിനെ നിലത്തിട്ട് ചവിട്ടി. മാധ്യമ പ്രവർത്തകർക്ക് നേരെ മർദ്ദനവും കല്ലേറും. സുപ്രീം കോടതി കമ്മീഷനോടും അതിക്രമം. കനയ്യയുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി. കനയ്യയെ മാർച്ച് 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കനയ്യയുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന് BS ബസി. തിരുവനന്തപുരത്ത് BJP-ക്കാരും അഭിഭാഷകരും തമ്മിൽ കയ്യാങ്കൾ. ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യത്തെ പിന്തുണച്ച് VS അച്യുതാനന്ദൻ CPM കേന്ദ്ര കമ്മിറ്റിയിൽ. എതിർപ്പുമായി കേരള ഘടകം. കേന്ദ്ര കമ്മിറ്റിയിലും ഭിന്നത രൂക്ഷം. അന്തിമ തീരുമാനം നാളെ. BJP-യോടകന്ന് BDJS. ആദർശ രാഷ്ട്രീയമല്ല, അവസര രാഷ്ട്രീയമാണ് നയമെന്ന് വെള്ളാപ്പള്ളി. ഇപ്പോൾ അടവ് നയത്തിൻ്റെ കാലമാണ്. ആദർശ രാഷ്ട്രീയം മരിച്ചുപോയി. അവസരവാദ രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. BDJS-ഉമായി രഹസ്യ ചർച്ച നടത്തിയെന്ന വാദം തള്ളി CPM-ഉം കോൺഗ്രസും. ജനപക്ഷം പിരിച്ചുവിട്ട് K. രാമൻപിള്ള BJP-യിൽ. റേഷൻ ഡിപ്പോ അഴിമതിയിൽ അടൂർ പ്രകാശിന്റെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടത് റെയിൽവേയാണ്. സംസ്ഥാനത്തിന്റെ പൊതുകടം കുതിച്ചുയരുന്നു എന്ന് CAG റിപ്പോർട്ട്. പ്രാഥമിക ചെലവിന് പോലും കടം വാങ്ങുന്നു. അക്ബർ കക്കട്ടലിന് സാഹിത്യ ലോകത്തിന്റെ വിട. ആദരാഞ്ജലി അർപ്പിച്ച് സാംസ്കാരിക കേരളം. വിടവാങ്ങിയത് അനുഭവിക യാഥാർത്ഥ്യത്തിന്റെ എഴുത്തുകാരൻ. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ ഹാജരാക്കുന്നതിന്റെ ദില്ലി പട്യാല ഹൗസ് കോടതിയിൽ വീണ്ടും അഭിഭാഷകരുടെ അഴിഞ്ഞാട്ടം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒരുക്കിയ സുരക്ഷാ സന്നാഹങ്ങൾ മറികടന്ന അക്രമികൾ കനയ്യകുമാറിനെ കോടതിക്കകത്തും പുറത്തും മർദ്ദിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെ കല്ലെറിഞ്ഞ അക്രമികൾ സുപ്രീം കോടതി അഭിഭാഷക കമ്മീഷനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അതിനിടെ കനയ്യകുമാറിനെ കോടതി മാർച്ച് 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ജയിലിൽ കനയ്യയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകി. 6:30 കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയ കനയ്യകുമാറിനെ തിഹാർ ജയിലിൽ അടച്ചു. കനയ്യകുമാറിനെ ഹാജരാക്കുമ്പോൾ കർശന സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കണമെന്നും കോടതി മുറിയിൽ ഏതാനും പേരെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്നുമുള്ള സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ചാണ് പട്യാല ഹൗസിൽ വീണ്ടും ആക്രമണം അരങ്ങേറിയത്. ഉച്ചയ്ക്ക് 1:30 ഇരുവിഭാഗം അഭിഭാഷകർ തമ്മിലുള്ള കയ്യേറ്റത്തിനിടെ കോടതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടതോടെയാണ് തുടക്കം. പിന്നാലെ മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്തേക്ക് കല്ലേറായി. കോടതിയുടെ 1-ാം നിലയിൽ തമ്പടിച്ച സംഘപരിവാർ ബന്ധമുള്ള അഭിഭാഷകർ പതാക വീശി JNU-വിനും കനയ്യകുമാറിനുമെതിരെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞു. 2:30 കനയ്യകുമാറിനെ ഹാജരാക്കിയപ്പോൾ അഭിഭാഷകരിൽ ഒരാൾ കനയ്യയ്ക്ക് നേരെ പാഞ്ഞെടുത്ത് മർദ്ദിച്ചു. നിലത്തിട്ട് ചവിട്ടി. കോടതിയിലെത്തിയപ്പോൾ കനയ്യ ആക്രമണത്തെപ്പറ്റി അറിയിച്ചെങ്കിലും മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്ന് നിരീക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല. താൻ ഭീകരനല്ലെന്നും കുടുക്കിയതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും കനയ്യ അറിയിച്ചു. ഭരണഘടനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പോലീസ് കസ്റ്റഡി നീട്ടി നൽകാൻ ദില്ലി പോലീസ് ഇന്ന് ആവശ്യപ്പെട്ടില്ല. തൊട്ടു പിന്നാലെ കനയ്യയെ മാർച്ച് 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട് മജിസ്ട്രേറ്റ് ഉത്തരവിറക്കി. സംഘർഷത്തെ തുടർന്ന് കോടതി നിർത്തിവയ്ക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും നടപടികൾ ആരംഭിച്ചതിനാൽ മജിസ്ട്രേറ്റ് അതുമായി മുന്നോട്ട് പോവുകയായിരുന്നു. തിങ്കളാഴ്ചത്തെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ അഭിഭാഷകർ ഇന്നും മുൻനിരയിലുണ്ടായിരുന്നെങ്കിലും പോലീസ് ഇവരെ പിടികൂടിയില്ല. സംഘർഷത്തിനിടെ സുപ്രീം കോടതി അയച്ച അഭിഭാഷക കമ്മീഷൻ കോടതിയിലെത്തിയപ്പോൾ ഇവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചും കല്ലെറിഞ്ഞും പുറത്താക്കാനായിരുന്നു ശ്രമം. ഒരേ തരത്തിലുള്ള ആക്രമണം 2-ാം ദിവസവും ആവർത്തിച്ചിട്ടും പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയായിരുന്നു. ഇന്നത്തെ ആക്രമണത്തിൽ ഉൾപ്പെട്ട എത്ര പേർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു കാണാം. പട്യാല ഹൗസ് കോടതിയിൽ നിന്നും ക്യാമറമാൻ ഷിജു പട്ടുവത്തോടൊപ്പം M. ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ. കനയ്യകുമാറിനെ ഹാജരാക്കിയപ്പോൾ പട്യാല ഹൗസ് കോടതി വളപ്പിൽ നടന്ന അനിഷ്ട സംഭവങ്ങളിൽ സുപ്രീം കോടതി അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി. അഭിഭാഷക കമ്മീഷനോടും സുപ്രീം കോടതി രജിസ്ട്രാർ ജനറലിനോടും ദില്ലി പോലീസിനോടും അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കനയ്യയുടെ ജീവന് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർക്ക് കോടതി കർശന നിർദ്ദേശം നൽകി. സമാനതകളില്ലാത്ത സംഭവങ്ങൾക്കാണ് സുപ്രീം കോടതിയുടെ 5-ാം നമ്പർ കോടതി മുറി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സാക്ഷ്യം വഹിച്ചത്. ജസ്റ്റിസുമാരായ J. ചെലമേശ്വറും AM സാപ്രയും അടങ്ങുന്ന ബെഞ്ച് പട്യാല ഹൗസ് കോടതിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ ഞെട്ടലോടെയാണ് കേട്ടത്.
തുടർന്ന് രാവിലെ പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ 5 സീനിയർ അഭിഭാഷകരെ കോടതി ചുമതലപ്പെടുത്തി. കപിൽ സിബൽ, രാജീവ് ധവാൻ, ഹരീൻ റാവൽ, ദുഷ്യന്ത് ദാവെ, AK സിൻഹ എന്നിവരടങ്ങുന്നതായിരുന്നു കമ്മീഷൻ. കമ്മീഷൻ അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി നേരിട്ട് ദില്ലി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് കമ്മീഷൻ അംഗങ്ങൾ പട്യാല ഹൗസ് കോടതിയിലേക്ക്. അരമണിക്കൂറിന് ശേഷം കമ്മീഷൻ അംഗങ്ങൾ സുപ്രീം കോടതിയിൽ മടങ്ങിയെത്തി തങ്ങൾക്കുണ്ടായ തിക്താനുഭവങ്ങൾ പങ്കുവച്ചു. പോലീസ് ബന്ദോബസ്തില്ലായിരുന്നുവെങ്കിൽ പട്യാല ഹൗസ് കോടതിയിൽ നിന്ന് ജീവനോടെ താൻ സുപ്രീം കോടതിയിൽ എത്തില്ലായിരുന്നുവെന്ന് മുൻ നിയമമന്ത്രിയും സീനിയർ അഭിഭാഷകനുമായ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് പോലും കനയ്യകുമാറിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് സുപ്രീം കോടതി രജിസ്ട്രാർ ജനറലിനോട് നിർദ്ദേശിച്ചു. ദില്ലി പോലീസ് കമ്മീഷണറോട് വെള്ളിയാഴ്ച രാവിലെ 10:30 റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. ഇതിനിടെ കനയ്യകുമാറിന്റെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ ദില്ലി പോലീസിന് സാധിച്ചില്ലെങ്കിൽ കേന്ദ്രസേനയെ ഉത്തരവാദിത്തമേൽപ്പിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം BJP വക്താവ് JR പത്മകുമാർ, P ശ്രീരാമകൃഷ്ണൻ, CPM നേതാവ് റോജി M ജോൺ, NSUI ദേശീയ അധ്യക്ഷൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജോർജ് വാഴശ്ശേരി, അമുദ എന്ന വിദ്യാർത്ഥി തുടങ്ങിയവരാണ് നമ്മോടൊപ്പം വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം അഡ്വക്കേറ്റ് ജോർജ് വാഴശ്ശേരി, താങ്കളും ഇന്ന് കോടതിയിലുണ്ടായിരുന്നു. വന്ദേ മാതരവും ഭാരത് മാതാ കി ജയും മുഴക്കിയായിരുന്നു ഇന്ന് കനയ്യകുമാർ അടക്കമുള്ളവരെ മർദ്ദിച്ചത്. എന്തിനാണ്? സാറേ, ഞാൻ കോടതിയിൽ ഉണ്ടായിരുന്നു. അവിടെ ആരും സംഘടിച്ചിട്ടുള്ള അഡ്വക്കേറ്റന്മാരൊന്നും സംഘടിച്ചിട്ടുള്ള പ്രോഗ്രാം പരിപാടി അല്ലായിരുന്നത്. താങ്കൾ അടക്കമുള്ളവരാണ് കനയ്യകുമാറിനെ മർദ്ദിച്ചത്. നേരത്തെ തീരുമാനമെടുത്തതിന് ശേഷം ഞങ്ങൾ അഡ്വക്കേറ്റന്മാര് വർദ്ധിച്ചതല്ല. അഡ്വക്കേറ്റന്മാരിൽ ഇന്ത്യയുടെ മണ്ണിൽ ജീവിക്കുന്ന ആരാണെങ്കിലും, ഇന്ത്യക്കെതിരെ ആര് പറഞ്ഞാലും, ഇന്ത്യയുടെ മണ്ണിൽ ജീവിക്കുന്ന ഇന്ത്യയുടെ മണ്ണിൽ ജീവിക്കുന്ന ആരാണെങ്കിലും ഇന്ത്യക്ക് ഒരു ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിച്ച നമ്മുടെ സെക്രട്ടേറിയറ്റ് പാർലമെന്റ് ആക്രമിച്ച അഫ്സലിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അഡ്വക്കേറ്റ് ജോർജ് വാഴശ്ശേരി, താങ്കളൊരു അഭിഭാഷകൻ തന്നെയാണോ അതോ വക്കീൽ കുപ്പായം വെറുതെ ഇട്ടിരിക്കുകയാണോ? ഇത് സാറേ, ഭരണാധികാരികൾ വളരെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് വരേണ്ട ഒരു വിദ്യാർത്ഥി. അഡ്വക്കേറ്റ് ജോർജ് വാഴശ്ശേരി, താങ്കൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യക്കെതിരെ പറഞ്ഞു എന്ന് താങ്കൾ ആരെക്കുറിച്ചാണ് ആരോപണം ഉന്നയിക്കുന്നത്? ഈ കന്യാകുമാരും ആ യൂണിവേഴ്സിറ്റിയിലെ കന്യാകുമാരും ഗ്രൂപ്പും അത് നടത്തിയപ്പോൾ യൂണിവേഴ്സിറ്റി അധികൃതരും മിണ്ടാതിരുന്നത് എന്തിന്? അഡ്വക്കേറ്റ് ജോർജ് വാഴശ്ശേരി, കനയ്യകുമാർ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറഞ്ഞതിന്റെ എന്തെങ്കിലും തെളിവ് താങ്കൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പാർലമെന്റ് ആക്രമിച്ച ഒരു വ്യക്തിയെ അംഗീകരിക്കുവാൻ അവിടെ യോഗം കൂടിയപ്പോൾ അപ്പൊ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് അകത്തിടേണ്ടത്, കരിങ്കൽ തടവിൽ അറസ്റ്റ് ചെയ്ത് അകത്തിടേണ്ടതായിരുന്നു. അതെ, മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട്. ഇത്തവണയും അഫ്സൽ ഗുരുവിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി നടത്തുന്നു. അവിടെ പോലീസ് എത്തുന്നു. അവിടെ ഒരു ഏറ്റുമുട്ടലിന്റെ സംഘർഷത്തിനും കളമൊരുങ്ങും. ഈ കന്യാകുമാറിനെ വളരെ സൂക്ഷിച്ചു കൊണ്ടുപോയി ചില പേര് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അഡ്വക്കേറ്റ് ജോർജ് വാഴശ്ശേരി, ഇപ്പോഴാണ് ഒരു മലയാളി ഈ പറയുന്ന BJPയുടെ അഭിഭാഷക സംഘത്തിൽ അവിടെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉള്ള വക്കീലന്മാരും. അഡ്വക്കേറ്റ് ജോർജ് വാഴശ്ശേരി, താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ? എങ്കിൽ ഒരു നിമിഷം ഒന്ന് ദയവായി മിണ്ടാതിരിക്കൂ. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. താങ്കൾ ഇന്ന് കോടതിയിൽ കനയ്യകുമാറിനെ മർദ്ദിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അത് താങ്കളെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കനയ്യകുമാർ എന്ന ആരോപിതനായ വ്യക്തി അവിടെ കോടതിയിൽ എത്തുമ്പോൾ താങ്കളെ പോലുള്ള അഭിഭാഷകർക്ക് രോഷം കൊള്ളുകയാണ്. എന്തിനാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. കനയ്യകുമാറിനെതിരെ 124A ചുമത്തിയാണ് അദ്ദേഹത്തെ പട്യാല കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. താങ്കളുടെ കയ്യിൽ ഇനി ഒരു രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ ഒരാളെ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ കൈകാര്യം ചെയ്യണമെന്ന് ഒരു അഭിഭാഷകന് തോന്നുകയാണെങ്കിൽ തന്നെ
അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ കനയ്യകുമാറിനെ 124A ചുമത്തി പട്യാല കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ജോർജ് താങ്കളുടെ കയ്യിൽ എന്ത് തെളിവാണ് കനയ്യകുമാറിനെതിരെ ഉള്ളത്? എന്റെ ചോദ്യം കേട്ട് താങ്കൾക്ക് മറുപടി പറയാൻ കഴിയുമോ? ഇന്ത്യക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കിയ ഒരു പ്രവൃത്തി അഭിഭാഷക വേഷമിട്ട് ചെയ്തിട്ട് താങ്കളൊരു ചോദ്യം കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ലല്ലോ. സാറേ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അടുത്ത് നിന്നിട്ടുണ്ട്, ഞാൻ അവിടെ നിന്നിട്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഭാരതമാതാ കി ജയ് വിളിച്ചതേ ഉള്ളൂ. എല്ലാ വക്കീലന്മാരും കോടതിയിലാണോ ഭാരതമാതാ കി ജയ് വിളിക്കേണ്ടത്? അത് ദൂരെ കോടതിക്ക് ദൂരെയാ. ഞങ്ങളൊരു 50 മീറ്റർ ദൂരെയാണ് നിങ്ങൾ വിളിച്ചത്. എന്റെ ചോദ്യം അഡ്വക്കേറ്റ് ജോർജ് വായിച്ച്, താങ്കൾ ഇന്നിപ്പോ കനയ്യകുമാറിനെ മർദ്ദിക്കാൻ പോയ സംഘത്തിൽ ഉണ്ടായിരുന്നു. എന്റെ ചോദ്യം ഒന്ന് ദയവായി കേൾക്കൂ. അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടില്ല. അത് മാധ്യമക്കാർ പറയുന്നു അദ്ദേഹത്തെ മർദ്ദിച്ചു എന്ന് ബസി പറയുന്നു. അഭിഭാഷക സംഘം സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കോൺഗ്രസിന്റെ കെട്ടുകളാണ്. അപ്പം ഇപ്പൊ ഗവൺമെന്റിന്റെ കെട്ടുകളാണ് കപിൽ സിബൽ. അതുകൊണ്ട് കപിൽ സിബൽ പറഞ്ഞതാണ്. ഒരിക്കലും അഭിഭാഷക സംഘം സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് ചെയ്താണ്. കപിൽ സിബൽ 6 അംഗങ്ങളിൽ ഒരാൾ മാത്രമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, താങ്കൾ ഒരു അഭിഭാഷകനല്ലേ? എൻ്റെ ചോദ്യം ദയവായി പൂർത്തിയാക്കാൻ ശ്രമിക്കുക. താങ്കൾ ഒരു അഭിഭാഷകനല്ലേ? അവിടെ കൂടിയ BJP അഭിഭാഷകർ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. കോടതി ശാന്തമായ അന്തരീക്ഷം അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കണമെന്ന് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുള്ളൂ. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, എന്താണ് പട്യാല കോടതിയിൽ നടക്കുന്നത് എന്നല്ല എനിക്ക് അറിയേണ്ടത്. അതിനപ്പുറത്തേക്ക് എന്താണ് ഇതുകൊണ്ട് സംഘപരിവാർ ഉദ്ദേശിക്കുന്നത്? അത് കട്ട് ചെയ്യും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കളോടായിരുന്നു എൻ്റെ ചോദ്യം ഇതാണ്, പട്യാല കോടതിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, BJP ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, BJP ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അത്രമാത്രം അന്തരീക്ഷം വഷളായിരിക്കുന്നു. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത അഭിഭാഷക സുഹൃത്തിൻ്റെ തന്നെ വാക്കുകളും പ്രകടനവും അതിന് തെളിവാണ്. BJP വളരെ ഡിസെൻഡിങ് വിമത ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്തുക എന്ന അവരൊരു പ്രഖ്യാപിത നയമുണ്ട്. ആ നയത്തിന്റെ ഭാഗമായി അവർ ഫാഷിസം എന്നൊക്കെ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും ആ ഫാസിസ്റ്റ് പ്രവണതയുടെ നഗ്നമായ പ്രകടനമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇന്നുമായി ഡൽഹിയിൽ കണ്ടിരിക്കുന്നത്. മറ്റ് ഒരു ശബ്ദവും ഞങ്ങൾ കേൾക്കില്ല, മറ്റ് ഒരു നിയമവും തങ്ങൾക്ക് ബാധകമല്ല. ആ രീതിയിൽ പോകുമ്പോൾ രാജ്യസ്നേഹത്തിന്റെ കുത്തക ഏറ്റെടുത്തുകൊണ്ട് ഭാരതാംബ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ആവേശമുണ്ടല്ലോ, രാജ്യസ്നേഹത്തിന്റെ കുത്തക ഏറ്റെടുത്തുകൊണ്ട് തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്ന അപകടകരമായ ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുള്ള പരിശ്രമമാണ് ഈ ദിവസങ്ങളിലൊക്കെ TV ചർച്ചകളിൽ പങ്കെടുക്കുന്ന BJP വക്താക്കളും ഇന്നിപ്പോൾ ഈ വാഴയിലെന്ന വക്കീലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ഫാസിസം വരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഹിറ്റ്ലറിന്റെ കരിങ്കുപ്പായക്കാരെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അതൊരു ഭീകരഭാവം പ്രാപിച്ച് അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതിനെ നമ്മൾ വെറും ഒരു കേവലമായ ഒരു ക്രമസമാധാന പ്രശ്നമായി മാത്രം കണ്ട് അവസാനിപ്പിക്കാനും കഴിയില്ല. തുടരുക. ശ്രീ JR പത്മകുമാർ, കോടതിയിൽ കൊണ്ടുവരുമ്പോൾ കനയ്യകുമാറിനെ ചവിട്ടും കുത്തും കൊടുത്തു എന്നുള്ളതാണ് അഭിഭാഷക കമ്മീഷൻ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നാളെ 2:30 സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തീർപ്പ് പറയാൻ പോവുകയാണ്. ഞങ്ങൾ ഇന്നത്തെ ക്വാട്ട കൊടുത്തു എന്നാണ് നേരത്തെ ഇവിടെ പങ്കെടുത്ത ഒരു ജോർജ് വാഴയിലോ മറ്റോ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം അടക്കമുള്ള അഭിഭാഷകർ ടെലിവിഷൻ ക്യാമറ ക്രൂവിനോട് പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് നേടുന്നത്? BJPയോടാണോ അത് അഭിഭാഷകരോടാണോ? BJPയോട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതിലൊരു പ്രത്യേക താല്പര്യമില്ല. BJPയുടെ അഭിഭാഷകരാണ് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പണിയെല്ലാം ചെയ്യുന്നത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ദേശീയ നേതൃത്വം അത് അപലപിക്കുകയെങ്കിലും വേണമായിരുന്നു. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അത്രമാത്രം BJPയുടെ അഭിഭാഷകരൊന്നും ഡൽഹിയിലില്ല. അവിടെ കൂടിയ ജനങ്ങൾ അതിൽ അഭിഭാഷകരുണ്ട്. ഇത്തരത്തിൽ രാജ്യദ്രോഹ നടപടികൾ ഉണ്ടാകുമ്പോൾ അഭിഭാഷകർ പ്രതികരിക്കും, വിദ്യാർത്ഥികൾ പ്രതികരിക്കും, തൊഴിലാളികൾ പ്രതികരിക്കും, ജീവിതത്തിന്റെ സമല മേഖലയിലുള്ളവരും പ്രതികരിക്കും. അതൊക്കെ BJP ആണ് എന്ന് വരുത്തി തീർക്കുക ശരിയായ രീതിയല്ല. താങ്കൾ പറയുന്നത് ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ നടപടികൾ എന്നാണ്. എന്താണ് അവിടുത്തെ രാജ്യദ്രോഹ നടപടി? എന്താണ് കനയ്യകുമാറിന്റെ രാജ്യദ്രോഹ നടപടി? ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എല്ലാ ചർച്ചകളിലും എല്ലാ BJP പ്രതിനിധിയോടും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണത്. അങ്ങനെയല്ല,
പറയൂ ശ്രീ ജെ ആർ പത്മകുമാർ, കേൾക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കാം. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാക്കി തന്നാൽ ഞാൻ തീർച്ചയായും താങ്കളോടൊപ്പം നിൽക്കാം. മനസ്സിലായിക്കൊണ്ട് ഈ ചർച്ചയിൽ താങ്കളോടൊപ്പം നിൽക്കാം. എന്താണ് കനയ്യ കുമാർ ചെയ്ത രാജ്യദ്രോഹ കുറ്റം? അവിടെ JNUവിൽ എന്താണ് നടന്നത്? JNUവിൽ എന്താണ് നടന്നത്? പറയൂ. കനകിയ എന്നുള്ളതല്ല, JNU ആണല്ലോ ഇഷ്യൂ. അതെ, JNUവിൽ എന്താണ് നടന്നത്? ശരി, JNUവിൽ എന്താണ് നടന്നത്? അതിൽ കനയ്യകുമാറിന്റെ പങ്ക് എന്താണ്? JNUവിൽ നടന്ന സംഭവത്തിൽ കനയ്യകുമാറിനെതിരെയാണല്ലോ നിങ്ങൾ 124A ചുമത്തി ഇപ്പോൾ തിഹാർ ജയിലിൽ അടച്ചിരിക്കുന്നത്. എന്താണ് കനയ്യകുമാർ ചെയ്ത കുറ്റം? അല്ലല്ല, അവിടെ ഈ കുറെ കാലങ്ങളായിട്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അതിനെതിരായിട്ട് പ്രതിഷേധമോ നടപടികളോ ഉണ്ടായിട്ടില്ല. അത് എന്നും തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ആർക്കും മുന്നോട്ട് ആ തരത്തിൽ മാവോയിസ്റ്റുകൾ സംഘടിക്കുന്നുണ്ട് എങ്കിൽ, കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ ഒച്ചയിടുന്നുണ്ട് എങ്കിൽ അതെല്ലാം നിർത്തണം. എൻ്റെ ചോദ്യം, ഞാൻ ഈ കശ്മീരികളുടെ കൂടെയല്ല, ഞാൻ ഈ മാവോയിസ്റ്റുകളുടെ കൂടെയല്ല. പക്ഷേ എനിക്ക് കനയ്യകുമാറിന് വേണ്ടി താങ്കളോട് ചോദിക്കാനുള്ള ചോദ്യം, എന്താണ് കനയ്യകുമാർ അവിടെ ചെയ്ത രാജ്യദ്രോഹ കുറ്റം? പറയൂ. പറഞ്ഞാൽ ഞാൻ ശ്രീ പത്മകുമാർ താങ്കളോടൊപ്പം ഈ ചർച്ചയിൽ തുടരാം, ഒന്നിച്ചു നിൽക്കാം. ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ പ്രധാന ആള് കനയ്യകുമാറും അതുപോലെ തന്നെ ഇപ്പോഴത്തെ CPM ലോക്കൽ കോളേജിൽ വ്യത്യസ്ത വിഭാഗം സ്ട്രീം ഓഫ് സ്റ്റുഡൻസ് നടത്തുന്ന പരിപാടിയാണ്. അവിടെ കുഴപ്പമുണ്ടായപ്പോൾ കനയ്യകുമാർ അവിടെ എത്തിയതാണ്. എന്താണ് സംഭവം? കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കാൻ ഞാനൊരു യൂണിയൻ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. കോളേജിൽ ഒരു അടി ഉണ്ടാകുമ്പോൾ അവിടെ എത്തും. ആ തരത്തിൽ കനയ്യകുമാർ JNU സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവിടെ പോലീസ് വന്നപ്പോൾ ആ സംഭവ സ്ഥലത്ത് എത്തിയതാണ്. ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു, കനയ്യകുമാർ ചെയ്ത രാജ്യദ്രോഹ കുറ്റം എന്താണ്? അതല്ല, അങ്ങനെ ന്യായീകരിക്കാം. നിങ്ങൾ ഇന്നലെ ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട 7 മിനിറ്റ് വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. എന്താണ് ഈ കനയ്യകുമാർ അവിടെ നിന്ന് ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ശ്ലോകങ്ങൾ വിളിക്കുന്ന ആളുകളോടൊപ്പം നിന്ന് കൈയടിക്കുന്ന അവിടെ പോലീസ് വരുന്ന ഘട്ടമായപ്പോൾ, ഏതാണ്ട് രാത്രിയായപ്പോൾ കനയ്യകുമാർ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുമെന്ന് അറിയുമ്പോൾ അവിടെ എത്തുന്നു. ബാധ്യത അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം ചെയ്തില്ലല്ലോ. നിങ്ങൾക്കിതൊന്നും അറിയാഞ്ഞിട്ടല്ല ശ്രീ ജെ ആർ പത്മകുമാർ. മുമ്പ് 2010 UPA സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ മാവോയിസ്റ്റുകൾ 79 പേരെ കൊന്നപ്പോൾ ആ JNU സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ വിജയാഹ്ലാദത്തിനൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അന്ന് NSUIയും അതുപോലെ SFIയും ഒന്നു ചേർന്നാണ് അതിനെ പ്രതിരോധിച്ചത്. ഇവിടെ നമ്മോടൊപ്പം റോജി ഉണ്ടല്ലോ. റോജി, ഇതുവരെ ജെ ആർ പത്മകുമാറിനെന്നല്ല BJPയുടെ ദേശീയ നേതൃത്വത്തിന് പോലും എന്താണ് കനയ്യകുമാർ ചെയ്ത കുറ്റം എന്ന് വിശദീകരിക്കാനായിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ജുഡീഷ്യറി ഉണ്ടല്ലോ, വീണ്ടും തിഹാർ ജയിലിലേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. കോടതിയിലേക്ക് പോലീസ് എസ്കോർട്ടിൽ കൊണ്ടുവരുമ്പോൾ കനയ്യകുമാറിനെ മർദ്ദിക്കാൻ വക്കീൽ കുപ്പായമിട്ട ചില പോട്ടെ, എൻ്റെ വായിൽ വന്ന വാക്ക് ഞാൻ കളയുന്നു, വക്കീൽ കുപ്പായമിട്ടവർ മർദ്ദിക്കുന്നു. എന്നിട്ട് ജുഡീഷ്യറി എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ കണ്ടും കേട്ടും നേരെ വീണ്ടും തിഹാർ ജയിലിലേക്ക് അയക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. ഇവിടെ കനയ്യകുമാറിന് ഈ പരിപാടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള സത്യം, നഗ്ന സത്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്കറിയാം ശ്രീ പത്മകുമാറിന് പോലും ഈ സത്യം അറിയാം, അദ്ദേഹം അത് പറയാൻ മടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അന്ന് നടന്ന പരിപാടിയിൽ അവിടെ സംഘർഷമുണ്ടായപ്പോൾ ഒരു വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം അവിടെ ചെന്നു, ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. ഞാനും അവിടെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ആളാണ്. ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ക്യാമ്പസിൽ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളൊക്കെ അവിടെ എത്തുക, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്തുക വളരെ സ്വാഭാവികമാണ്. ഇവിടെ കനയ്യകുമാർ ചെയ്ത തെറ്റെന്താണ് എന്ന് തെളിയിക്കാൻ ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഈ പരിപാടിയുമായി ബന്ധമില്ലായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. മറിച്ച് ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത ആളുകൾ, അതിൽ പങ്കെടുത്ത പുറത്തുനിന്ന് വന്ന കാശ്മീരിലെ വിദ്യാർത്ഥികൾ, JNUവിൽ പല പരിപാടികളും സംഘടിപ്പിക്കപ്പെടാറുണ്ട്. പക്ഷെ ഇത്ര അധികമായി ആദ്യമായിട്ടാണ് കാശ്മീരിൽ നിന്നുള്ള കുറെ വിദ്യാർത്ഥികൾ അവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അവർ മുഖം മറച്ചുകൊണ്ട് അവിടെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യുന്നത്.
ആ വിദ്യാർത്ഥികൾക്കെതിരെ, ഈ പരിപാടി സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുവാനോ അവരെ ഐഡന്റിഫൈ ചെയ്യുവാനോ ഈ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത്? നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാശ്മീരിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ അവിടുത്തെ PDP-യുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളാണ് എന്നും അവരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കാശ്മീരിൽ BJP PDP ബന്ധം ഉലയുമെന്നുമുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് സാധിക്കാത്തത്, പോലീസിന് സാധിക്കാത്തത്. ഇവിടെ ഇരട്ട നീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ചെയ്തിരിക്കുന്നത്? അതായത് ഈ കേസിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, ക്യാമ്പസിനകത്ത് കടന്ന് ഭയാനകമായ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, പെൺകുട്ടികളടക്കം വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ കടന്ന്. അതിനാണ് മറുപടി വേണ്ടത്. കനയ്യകുമാറിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. അവിടെ മുദ്രാവാക്യം വിളിച്ചത് കനയ്യകുമാറല്ല. അവിടെയാണ് നിങ്ങൾ പറയുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്. ദേശീയ ടെലിവിഷൻ ചാനലായ ടൈംസ് നൗ അതൊക്കെ പുറത്തുവിടുന്നുണ്ട്, പോലീസ് അത് പരിശോധിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുകയാണ്. എന്താണ് ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്തത്? JNU എന്ന് പറയുന്ന ഡൽഹിയിൽ നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെയുള്ള ഒരു സർവകലാശാല ക്യാമ്പസിൽ വെച്ച് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചവരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കിട്ടുന്നതോ പാവം ഒരു ASFകാരനെ പിടിച്ച് ജയിലിടുന്നു, തിഹാർ ജയിലിൽ. എന്നിട്ട് കോടതി കൊണ്ടുവരുമ്പം തല്ലുന്നു. ഈ ഭയങ്കരമായ ഭാരത് മാതാ കി മുദ്രാവാക്യങ്ങൾ. ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ PDP-കാരുടെ വീട്ടിന് മുൻപ് പോയി വിളിക്കാൻ BJP-കാർക്ക് ധൈര്യമുണ്ടോ? അല്ല, ഈ ഭാരത് മാതാവ് മുദ്രാവാക്യം വിളിക്കുന്ന അല്ലെങ്കിൽ വന്ദേ മാതരം വിളിക്കുന്നത് വലിയൊരു അപമാനമാണ്. ഇന്ത്യയിൽ അങ്ങനെ വിളിക്കാൻ പാടില്ല, വലിയൊരു അപമാനമാണ്. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്നവരാണ് രാജ്യദ്രോഹികൾ എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ PDP-കാരുടെ വീട്ടിന് മുന്നിൽ പോയി മുദ്രാവാക്യം വിളിക്കുന്നില്ല? നിങ്ങൾക്ക് അല്ലല്ല, ഇപ്പോ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചവരും അതിനുവേണ്ടി പ്രചരണങ്ങൾ നടത്തുന്നവരും രാജ്യസ്നേഹികളും ഇത് തെറ്റാണെന്ന് പറയുന്നവർ രാജ്യദ്രോഹികളുമായി ചിത്രീകരിക്കുന്ന ഒരു പുതിയ രസതന്ത്രമുണ്ട്. എനിക്കതിൽ വ്യക്തത വരുത്താനാണുള്ളത്. ഒരു കനയ്യകുമാർ തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് JNU-ലെ ഇടതുപക്ഷ സ്ട്രീമിനെ ആകെ തന്നെയും രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞു ഒറ്റപ്പെടുത്തി ആ ക്യാമ്പസിൽ നിന്ന് നീക്കം ചെയ്യണം. അങ്ങനെ ഒരു ക്യാമ്പസ് വേണ്ട എന്ന നിലപാട് സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലുള്ളവർ എടുക്കുന്നു. 4-5 മാസത്തേക്ക് അതങ്ങ് അടച്ചുപൂട്ടുന്നതാണ് നല്ലത് എന്ന നിലപാടെടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഈ തീവ്രവാദികളെ രക്ഷിക്കുകയും വേണം. അവർക്കെതിരെ യാതൊരു നടപടിയുമില്ല. കാരണം നിങ്ങളുടെ കശ്മീർ സർക്കാരിനെ രക്ഷിക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അല്ല, ഇന്ത്യയുടെ പാർലമെന്റിനെ ആക്രമിക്കാൻ ശ്രമിച്ച ആ ആക്രമ കേസിൽ പ്രതിയായ തൂക്കിക്കൊന്ന ഒരാള് എങ്ങനെ ഇന്ത്യയുടെ നമ്മുടെ ഒരു വീരപുരുഷനായി മാറും? അല്ല, ആർക്കും വീരപുരുഷനല്ല. അഫ്സൽ ഗുരു ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമണത്തിൽ പ്രതിയായി തൂക്കിക്കൊന്ന ആൾ തന്നെയാണ്. ആ ആൾക്ക് അനുകൂലമായി അവിടെ ഒരു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചതിനെ കോൺഗ്രസ് പാർട്ടിയോ ഇടതുപക്ഷമോ അനുകൂലിക്കുന്നില്ല. പക്ഷേ കനയ്യകുമാറിന് അതിൽ യാതൊരു പങ്കാളിത്തവുമില്ല. നിങ്ങൾക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ അഫ്സൽ ഗുരുവിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച കശ്മീരികളെയല്ല, പകരം ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ലെഫ്റ്റ് പൊളിറ്റിക്സ് മാറ്റി നിർത്തണം. അതിനുവേണ്ടിയുള്ള നീചമായ ഗൂഢാലോചനയാണിത്. അല്ല, അത് അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. രാജ്യദ്രോഹ പ്രവർത്തനത്തെ ആരും ന്യായീകരിക്കുന്നില്ല. അവിടെ അഫ്സൽ ഗുരുവിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചവരെ എന്തുകൊണ്ട് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് കനയ്യകുമാറിനെ മാത്രം പിടികൂടുന്നു? ചോദ്യത്തിന് ഉത്തരമുണ്ടോ? അഫ്സൽ ഗുരുവിന് മാത്രമല്ല, അല്ല, അതിനുവേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോഴാണല്ലോ എതിർക്കുന്നത്. ശ്രമിക്കുന്നത്. പക്ഷേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കനയ്യകുമാറിന് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കോടതി വളപ്പിൽ ചവിട്ടും കുത്തും. നിങ്ങൾ ശരിയായ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കനയ്യകുമാർ എന്ന് പറയുന്ന ഒരു നിരപരാധിയെ കോടതി മുറിക്കുള്ളിൽ വെച്ച് അഭിഭാഷക വേഷമിട്ട ഗുണ്ടകൾ ചവിട്ടുകയും കുത്തുകയും ചെയ്യുക. തുടരുക. ഇവിടെ ശ്രീ P. ശ്രീരാമകൃഷ്ണൻ, കനയ്യ കോടതിയിൽ പോലീസ് കൊണ്ടുവരുമ്പോൾ അഭിഭാഷകരെ ചവിട്ടും കുത്തുകയും ചെയ്യാണ്. കനയ്യ മജിസ്ട്രേറ്റിനോട് പറയുകയാണ്, എന്നെ ഇയാളാണ്, ഈ കറുത്ത കണ്ണട ധരിച്ച ആളാണ് ആക്രമിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും കോടതി മജിസ്ട്രേറ്റ് അക്കാര്യത്തിലൊരു നടപടിയും എടുക്കുന്നില്ല. ശരിയാണ്,
ജുഡീഷ്യൽ സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സുപ്രീം കോടതി അത് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഇങ്ങനെ സംഭവിക്കുകയും 3 മണിക്കൂറിന് ശേഷമാണ് കനയ്യകുമാറിനെ അവിടെ നിന്ന് പോലീസിന് വലിയ വലയം തീർത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് BJP-കാർ ഇതുവരെ വിശദീകരിച്ചിട്ടുമില്ല. എന്തുകൊണ്ടാണിതെന്നാണ് താങ്കളുടെ നിഗമനം? നികേഷ്, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് രാജ്യ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാസിസം വരുന്നു, ഫാസിസത്തിൻ്റെ രീതികൾ വരുന്നു എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ അത് ഇത്രമാത്രം ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് പല്ലിടിച്ച് നിൽക്കുമെന്ന് നമ്മൾ കാണുകയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MLA പരസ്യമായിട്ട് തെരുവിലിട്ടിട്ട് ഒരു സാക്ഷി പറയാമെന്ന വിദ്യാർത്ഥിയെ ചവിട്ടി തേക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടു. ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നടപടി ഉണ്ടായില്ല. 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ടുമായിട്ട് വരണമെന്നൊരു കമ്മീഷനെ നിയോഗിക്കാൻ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി നിർബന്ധിതമായി തീർന്നു. അക്ഷരാർത്ഥത്തിൽ അവസരോചിതമായ ഇടപെടൽ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. നിങ്ങളിവിടെ ആവർത്തിച്ച് ചോദ്യം ചെയ്തതുപോലെ എന്താണ് ഈ കുറ്റമെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. വളരെ കൃത്യമായിട്ടൊരു കാര്യം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായുള്ള NSUIൻ്റെ പ്രസിഡന്റ് ഇവിടെ ചോദിച്ചു. ഈ രാജ്യത്തെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റതുമായി ബന്ധപ്പെട്ട് പരസ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ആ പാർട്ടിയുടെ പേര് കാശ്മീരിലെ PDP എന്നാണ്. ആ PDPയുടെ മുഫ്തി മുഹമ്മദുമായിട്ട് പരസ്യമായിട്ട് ആലിംഗനം ചെയ്തിട്ട് അവരുമായിട്ട് രാഷ്ട്രീയ ബാന്ധവമുണ്ടാക്കിയ രാജ്യത്തെ ഒരേ ഒരു പാർട്ടിയും BJP-യാണ്. ആ BJP-ക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കാനാണ് ധാർമ്മികതയുള്ളത്? ആ PDP-യുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികളാണെന്ന് കരുതപ്പെടുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? 8000 കുട്ടികൾ പഠിക്കുന്ന രാജ്യത്തിൻ്റെ ആശയോൽപാദനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഇടതുപക്ഷ ബൗദ്ധിക ആശയത്തെ തുടച്ചു നീക്കുക എന്ന നിഗൂഢമായ ലക്ഷ്യത്തിനു വേണ്ടി കാണിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ ഏർപ്പാടാണിത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നമ്മൾ കണ്ടു. ഇന്ത്യ രാജ്യത്തെ 100 യൂണിവേഴ്സിറ്റികളിലാണ് കഴിഞ്ഞ 6 മാസങ്ങളിൽ ഉത്കൃഷ്ട. പക്ഷെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം നേരത്തെ ശ്രീ JR പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ഈ എക്സ്ട്രീമിസ്റ്റ് ശക്തികൾക്ക് വളരാനുള്ള നല്ല വളക്കൂറ് നിങ്ങൾ വിദ്യാർത്ഥികൾ ഒരുക്കി കൊടുക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാവോയിസ്റ്റുകൾ 79 പേരെ 2010 എൻ്റെ ഓർമ്മ, മാവോയിസ്റ്റുകൾ 79 പേരെ മസാക്ര ചെയ്തപ്പോൾ, കൂട്ടക്കൊല ചെയ്തപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ ഒന്നിച്ചുകൂടി വിജയാഹ്ലാദ ദിനമായി കൊണ്ടാടി. ഇപ്പോൾ ഇതാ കശ്മീരികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു, കശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു. അത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, JNUവിന്റെ പൊളിറ്റിക്സിലെ ഏറ്റവും ഡിഫറൻറ്റും എക്സ്പ്രഷനും ഒരു വോയിസ് കൊടുത്തിട്ടുണ്ട്. ആൾക്കാർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അതിനെ തടഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഡിസെന്റിയസ് എക്സ്പ്രഷനെ തടഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്യാമ്പസിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ എന്തെങ്കിലും ഇതേപോലത്തെ ഇതേപോലത്തെ ഇവന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പസിന്റെ ഓട്ടോണമി വെച്ചിട്ട് ഇവിടെ പൊക്ടോളിൽ എൻക്വയറി നടക്കാറുണ്ട്. വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവസരവും അവകാശവും ഒക്കെ ഉണ്ട്. പക്ഷെ അത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാകരുത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സംശയം പാർലമെൻറ്റ് ആക്രമണത്തിലുണ്ട്. SAR ഗിലാനി എവിടെ ആരായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അഫ്സൽ ഗുരുവിൻ്റെ കിടപ്പും താമസവും ഒക്കെ എവിടെയായിരുന്നു എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയുക എന്നുള്ളതാണ് രാജ്യ താല്പര്യം. പക്ഷേ അതിനുവേണ്ടി അതായിരിക്കാം വി ആർ നോട്ട് സേയിങ് കശ്മീർ ഇന്റഗ്രൽ പാർട്ടല്ല. നമ്മുടെ ഇന്റഗ്രൽ പാർട്ടായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സ്റ്റാൻഡ്. പക്ഷേ നമുക്കിപ്പോ ഒരു കശ്മീർ പറയാൻ എനിക്ക് ഇതിനെ കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് കേൾക്കാനുള്ള സ്പേസ് നിങ്ങൾ സംവാദം നടത്തിക്കോളൂ അമുദ, നിങ്ങൾ സംവാദം നടത്തിക്കോളൂ, അതിനൊന്നും ആരും തടസ്സമല്ല. പക്ഷേ അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ തെറ്റായിരുന്നു. അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഉയരാൻ പാടില്ലാത്ത മുദ്രാവാക്യങ്ങൾ തന്നെയായിരുന്നു റേസ് ചെയ്തിരിക്കുന്നത്. മുദ്രാവാക്യങ്ങൾ ക്യാമ്പസിലുള്ള ആൾക്കാരല്ല എവിടെയാ റേസ് ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ റേസ് ചെയ്ത ആൾക്കാരുടെ പേരുകൾ പറയൂ. അങ്ങനെയാണെങ്കിൽ ഈ ക്യാമ്പസിന് ഒരു ഓട്ടോണമി ഉണ്ട്, അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓട്ടോണമി ഉണ്ട്. ആ സ്പേസിനെയാണ് ഇവിടെ BJP മാർക്സിന്റെ പൊളിറ്റിക്സ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. വേറെ ക്യാമ്പസിലെ ക്യാമ്പസ് ഡെമോക്രസി, ക്യാമ്പസ് പൊളിറ്റിക്സ് നിങ്ങൾക്ക് NSUIനും അതുപോലെ SFI അടക്കമുള്ള ASF അടക്കമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും അങ്ങനെയാണല്ലോ. ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണമിയാണ്. അതിൻ്റെ ഭരണഘടന അനുസരിച്ച് ഈ പറയുന്നതിനെ എല്ലാം നീക്കം ചെയ്യാൻ അതിൻ്റെ മേലധികാരികൾ തന്നെ തയ്യാറാകണമെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അവിടെയുള്ള ഓരോ ജീവജാലവും ഓരോ വിദ്യാർത്ഥിയും അതിന് ശ്രമിക്കണമായിരുന്നു. NSUI ശ്രമിച്ചിട്ടുണ്ടോ? SFI ശ്രമിച്ചിട്ടുണ്ടോ? ASF ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരുപക്ഷെ എക്സ്ട്രീമിസത്തിലേക്ക് കടക്കാത്ത
ഇപ്പോഴും അവിടെ ജീവവായു ഉള്ള കുറച്ച് സംഘടനകളുണ്ടല്ലോ, ആ സംഘടനകൾക്ക് യഥാർത്ഥത്തിൽ ഇവരെ നിയന്ത്രിക്കാനോ ഇവരെ ഒറ്റപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ കുറ്റമായി കാണണം. ചോദ്യം എന്നോടാണോ? റോജി, ഇവിടെ ക്യാമ്പസിനകത്ത് JNUവിന്റെ ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം. JNUവിൽ അനവധിയായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചു എന്ന് പറയുന്ന DSU പോലും അതിലാകെ ഉള്ളത് എന്റെ അറിവിലുള്ളത് 10-30 അംഗങ്ങളാണ്. ആ 10-30 അംഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 10 പേര് പിരിഞ്ഞു പോയിട്ട് ആ പിരിഞ്ഞുപോയ ആളുകളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, JNUവിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്തരത്തിൽ പുറത്തുനിന്ന് ആളുകൾ വന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിൽ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. JNUവിലെ വിദ്യാർത്ഥികൾക്ക് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഏത് തരത്തിലുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കേണ്ടതെന്നും അവിടെ മുഴങ്ങേണ്ട മുദ്രാവാക്യങ്ങൾ ഏതാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ നമുക്ക് പോലീസ് ഇവിടെ അന്വേഷിക്കാതെ പോകുന്ന ഒരു കാര്യം, ഇതിനകത്ത് നടന്നിരിക്കുന്ന ഒരു വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ, പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ എത്തിച്ചേർന്നു, അവർ മുഖം മറച്ച് അവിടെ എത്തിച്ചേർന്നു, അവിടെ മുദ്രാവാക്യം, ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കപ്പെടുവാനുണ്ടായ സാഹചര്യം, അവരെ ആരാണ് ക്യാമ്പസിനകത്തേക്ക് കടത്തിവിട്ടത്? അപ്പൊ ഈ വിഷയങ്ങൾക്കൊക്കെ പോലീസ് ഉത്തരം നൽകേണ്ടതുണ്ട്. ഈ വിഷയങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. ഇതിലേക്കൊന്നും അന്വേഷണം നടക്കുന്നില്ല. ക്യാമ്പസിലെ ഒരു ഡെമോക്രാറ്റിക് സംശയത്തോടെ കാണുകയും ചെയ്യാം. പക്ഷേ എന്റെ ചോദ്യം അതായിരുന്നില്ല ശ്രീ റോജി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാവോയിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്ന പോലീസിനെയും അർദ്ധസൈനികരെയും സൈനികരെയും മസാക്കർ ചെയ്യുമ്പോൾ വിജയാഹ്ലാദ ദിനമായി JNUവിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾ അത് ആഘോഷിക്കുകയാണ്. ഇത് ഇവിടെ കശ്മീരിൽ നമ്മൾ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടി അഫ്സൽ ഗുരുവിനെ പോലെ ഒരാളെ തൂക്കിക്കൊല്ലുമ്പോൾ അത് അനുസ്മരണ ദിനമായി അവിടെ സംഘടിപ്പിക്കപ്പെടുന്നു. തെറ്റാണത്, ചെയ്യാൻ പാടില്ലാത്തതാണ്. നിങ്ങൾക്ക് NSUI ആയിക്കൊള്ളട്ടെ, SFI ആയിക്കോട്ടെ, മറ്റ് ഭരണഘടന അംഗീകരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾക്കായിക്കോട്ടെ, അതിനെ തടയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അത് നടന്നുകൊള്ളട്ടെ എന്ന നിലപാട് പോലും എടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരിക്കലും നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ നമ്മൾ അനുവദിക്കാറില്ല. അവിടെ ഇത്തരത്തിലുള്ള പരിപാടികൾ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരം അവസരങ്ങളിലൊക്കെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, NSUI അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന CRPF ജവാന്മാർ, CSF ജവാന്മാർ കൊല്ലപ്പെട്ട സംഭവം, അതിനോടനുബന്ധിച്ച് അവിടെ ഏതാനും വിദ്യാർത്ഥികൾ നടത്തിയ ആഹ്ലാദ പ്രകടനത്തെ കുറിച്ച് സൂചിപ്പിച്ചു. അതിനെതിരെയൊക്കെ NSUI ഒക്കെ വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു JNUവിന്റെ കൾച്ചർ അനുസരിച്ചിട്ട് അവിടെ ആരെങ്കിലും ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുകയോ ഏതെങ്കിലും ഒരു പരിപാടി നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ തടയുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അവിടെ പോയി അവരെ തല്ലി ഓടിക്കുന്ന ഒരു രീതി JNUവിലില്ല. അവർക്കെതിരെ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കും. നമ്മൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുവാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പോയി പരാതി കൊടുക്കും. അവിടെ അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കും. യൂണിവേഴ്സിറ്റി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് അവിടെ വിദ്യാർത്ഥികൾക്കെതിരെ ക്യാമ്പസിനകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്ത ചരിത്രമുണ്ട്. അവിടെ വിദ്യാർത്ഥികളെ പുറത്താക്കിയിട്ടുണ്ട് ക്യാമ്പസിൽ നിന്ന്. യഥാർത്ഥത്തിൽ BJP എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് സംബന്ധിച്ച് എനിക്ക് വ്യക്തതയുണ്ട്. ഇതിനകത്ത് നല്ല രണ്ട് വിഷയങ്ങളുടെ കോമ്പിനേഷൻ. ഒന്ന്, ഇത് വിളിച്ചിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യമാണ്, രാജ്യസ്നേഹം. വിളിച്ച ആളുകൾ മുസ്ലിങ്ങളാണ്. അപ്പോൾ അതിൽ വർഗീയതയും. അപ്പോൾ ഇന്ത്യൻ ദേശീയതയും ഹിന്ദു വികാരവും ഒന്നിച്ച് ഉയർത്തിവിടാൻ കിട്ടിയ അവസരമായി JNUവിലെ സംഭവത്തെ അമിത്ഷായും സംഘവും കാണുന്നു. അതുകൊണ്ടാണിത് കത്തിച്ചു വിടുന്നത്. നിങ്ങൾ ഇടതുപക്ഷക്കാർ രാജ്യദ്രോഹികളാണ്. യഥാർത്ഥത്തിൽ ഈ കശ്മീരിലെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് ആണതിൻ്റെ പാട്രണേജ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ഈ സംഭവത്തിലൂടെ കഴിഞ്ഞു. ഇത് ഒരുപക്ഷെ കുറച്ച് ബുദ്ധിജീവികൾ അവിടെ ഇരുന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ വിമർശിക്കുന്നുണ്ടാവും. സാധാരണക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദു വികാരമുള്ളവരിലേക്ക് ഇതെത്തുമ്പോൾ നല്ല രീതിയിൽ അതിനെ വോട്ടായി ഉപയോഗിക്കാൻ കഴിയും എന്ന് കരുതുന്നയാളാണ് അമിത്ഷാ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനോടാ? അല്ല, അത് ശരിയായിരിക്കും. കാരണം ഹിന്ദു വികാരത്തെ, അതെ, ഹിന്ദു വികാരത്തെ ഉണർത്തുന്നതിന് ദേശീയതയെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം അത് BJP വളരെ ഫലപ്രദമായി നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ഇന്ത്യയുടെ ദേശീയത, ഇന്ത്യയുടെ അഖണ്ഡത, സ്വദേശാഭിമാനം, രാജ്യസ്നേഹം ഈ വിഷയങ്ങൾ മുൻനിർത്തിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതാണല്ലോ ഇതിനൊക്കെ ആധാരമായിട്ട് വരുന്നത്.
എല്ലാ BJP വക്താക്കളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോഴും നടത്തുന്ന ചർച്ചയിലെല്ലാം ഇന്ത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവർക്കെതിരെയുള്ള സ്വാഭാവികമായ പ്രതികരണം, അതാണ് അവരുടെ വ്യാഖ്യാനവും വിശദീകരണവും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ ചർച്ചയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖം മറച്ച് ക്യാമ്പസിൽ വന്ന് ഇന്ത്യ വിരുദ്ധ സംസാരവും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യവും മുഴക്കിയവർ ഉണ്ടല്ലോ അവിടെ. അത് മുസ്ലിങ്ങൾ തന്നെയാണല്ലോ. ആ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്തുക, പ്രകടിപ്പിക്കുക, സംരക്ഷിക്കുക എന്നത് BJPയുടെ പരിപാടിയല്ലല്ലോ. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടായില്ല? അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാശ്മീരിലെ രാഷ്ട്രീയം. അപ്പോൾ BJP ഉയർത്തുന്ന ദേശീയത എന്നത് അവരുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അവിടെ ഒരു ബലിയാടിനെ അവർ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് കനയ്യകുമാർ എന്ന വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിക്കെതിരെ ആക്ഷേപമില്ല എന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞതായി PTA റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചാനൽ കാണിക്കുന്നുണ്ടല്ലോ. പോലീസ് കമ്മീഷണർ പറയുന്നു അയാളുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന്. പിന്നെ എന്തിന് അയാളെ തിഹാർ ജയിലിൽ അടച്ചിരിക്കുന്നു? അപ്പോൾ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. ഇവിടെ അപകടകരമായ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് BJP ചില കരുക്കൾ നീക്കി അത് അവർക്ക് തന്നെ ന്യായീകരിക്കാനും വിശദീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ശ്രീ JR പത്മകുമാർ, നാഥുറാം ഗോഡ്സെയും സവാർക്കറും ഒക്കെ വിടാം, സ്വന്തം സംസ്ഥാനത്ത് വിചാരണ നേരിടാൻ പോലും സുപ്രീം കോടതി അനുവദിക്കാത്തയാളാണ് നിങ്ങളുടെ ദേശീയ അധ്യക്ഷൻ. അവിടെ ഇരുത്തിയ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും കേസ് കൈകാര്യം ചെയ്ത് കളയും എന്ന ഭയം കൊണ്ടായിരിക്കണമല്ലോ ഗുജറാത്തിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് അമിത്ഷായെ നാടുകടത്തിയത്. ഇപ്പോൾ JNUവിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് അവിടെ ABVPയിൽ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ തന്നെയും ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുമോ ശ്രീ പത്മകുമാർ? അല്ലല്ല, അങ്ങനെ അമിത്ഷായ്ക്കും BJPക്കും എതിരെ ഉണ്ടായ തട്ടിക്കൂട്ടിയ ചക്രവ്യൂഹമൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന ഹെഡ്ലിയുടെ വെളിപ്പെടുത്തലോടുകൂടി നമുക്ക് മോഡിയെ എതിർക്കാം, അല്ലെങ്കിൽ BJP എതിർക്കാം, അല്ലെങ്കിൽ RSSനെ എതിർക്കാം. ഹെഡ്ലി എന്ന് പറയുന്ന ഒരു തീവ്രവാദി മറ്റാരോ പറയുന്നത് കേട്ട് ഒരു ഡിപ്പോസിഷനിൽ എന്തോ പറഞ്ഞു എന്നുള്ളതാണ് താങ്കൾ ഇപ്പോൾ വലിയ കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് വീണ്ടും. എന്തോ അത്ര വളരെ നിസ്സാരവൽക്കരിക്കേണ്ട ദികേഷ്, അത്ര നിസ്സാരവൽക്കരിക്കേണ്ട. അദ്ദേഹം പറഞ്ഞ 2-3 ദിവസങ്ങൾ പറഞ്ഞതിൽ ബാക്കി എല്ലാ കാര്യവും അംഗീകരിക്കാം. BJPക്ക് ഈ തീവ്രവാദിക്കെതിരായിട്ട് പറഞ്ഞ ഇവിടുത്തെ ഈ ഒരു എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ ഒരു പോർഷൻ മാത്രം മോശമാണ്. അങ്ങനെ ചിത്രീകരിക്കാം. അതിന് ചില ആളുകളുണ്ട്, താല്പര്യമുള്ളവരുണ്ട്, അതങ്ങനെ വിശദീകരിച്ചോട്ടെ. പക്ഷെ ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് മോഡിയെയോ BJPയോ RSSനെ എതിർക്കുക. പക്ഷെ ഇതൊന്നും രാജ്യത്തിന്റെ താല്പര്യത്തിന് എതിരാവരുത്. അതിനുവേണ്ടി ഈ രാജ്യദ്രോഹികൾക്ക് ചൂട്ടുപിടിക്കുന്ന നിലപാടിലേക്ക് ഇത് പോകരുത്. ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു കാര്യം. നിങ്ങൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ എടുക്കൂ. അവിടുത്തെ മുദ്രാവാക്യം എന്താ? നിങ്ങൾ ഒരു യാക്കൂബ് മാമനെ തൂക്കിക്കൊന്നാൽ ഞങ്ങൾ 1000 യാക്കൂബ് മാമൻ വരെ എല്ലാ വീട്ടിലും സൃഷ്ടിക്കും എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണോ? ഈ യൂണിവേഴ്സിറ്റിയൊക്കെ സ്വതന്ത്ര പരമാധികാര സ്ഥലങ്ങൾ തന്നെ. പക്ഷെ ഇതൊക്കെ ഇന്ത്യൻ ടെറിട്ടറിക്കകത്താണ്. ഇന്ത്യയുടെ നിയമം ബാധകമാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർന്നു വന്നിട്ടില്ല. വെറുതെ വസ്തുതാവിരുദ്ധമായി എന്തെങ്കിലും പറയാതെ ശ്രീ JR പത്മകുമാർ വന്നിട്ടുള്ളത് അഫ്സൽ ഗുരുവിന്റെ കാര്യത്തിലാണ്. അഫ്സൽ ഗുരുവിന്റെ കാര്യത്തിൽ അഫ്സൽ ഗുരു നിന്റെ കൊലപാതകികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അക്കാര്യത്തിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു എന്നതാണ് മുദ്രാവാക്യം. യാക്കൂബ് മാമന്റെ കാര്യത്തിൽ ഒരു മുദ്രാവാക്യവുമില്ല. യാക്കൂബ് മാമനെ തൂക്കിക്കൊന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൻ്റെ ഘട്ടത്തിൽ അവിടെ ഒരു അനുസ്മരണ പരിപാടി ഉണ്ടായിരുന്നു, ഒരു മൗന പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിൽ രോഹിത് വെമുല പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മുദ്രാവാക്യമൊന്നുമില്ല. വെറുതെ പറയല്ലേ? അല്ലല്ല, നിങ്ങൾ പറയണമെങ്കിൽ പൂർണ്ണമായി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ പോസ്റ്റ് ഇട്ട വിദ്യാർത്ഥിയാണ് ക്രൂരമായി 30 പേരോളം ചെന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഇട്ട പോസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് അത് മാപ്പപേക്ഷിച്ചതും മർദ്ദിച്ചതും. ഇതൊന്നും ആരും പറയില്ല. അതൊന്നും പറയാൻ സാധ്യതയില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ JNUവിൽ നടന്നിട്ടുള്ള സംഭവം ഒരാഴ്ചക്ക് മുമ്പ് പോസ്റ്റ് പതിച്ചു. ഇതൊരു ജുഡീഷ്യൽ മർഡറാണ്. അങ്ങനെ ഒരു അഭിപ്രായം JNUവിലെ ആർക്കെങ്കിലും ഉണ്ടോ? കോൺഗ്രസിനുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടോ? ഞങ്ങളാരും അല്ലല്ലോ, ഞങ്ങളുടെ ഭരണകാലത്തല്ലല്ലോ തൂക്കിക്കൊന്നത്. അപ്പൊ ജുഡീഷ്യൽ മർഡറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഹകരിക്കുമെന്ന് പറയുക മാത്രമല്ല, 1000 വർഷം വേണമെങ്കിലും ഞങ്ങൾ ഇതിനുവേണ്ടി കാത്തിരിക്കും. ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇന്ത്യയെ 1000 കഷ്ടങ്ങളാക്കി മാറ്റുന്നതിന് ഞങ്ങൾ കൂട്ടുനിൽക്കും. അവിടുത്തെ മോചനം മാത്രമല്ല, കേരളത്തിന്റെ, വെസ്റ്റ് ബംഗാളിന്റെ, ആസാമിന്റെ, കാശ്മീരിന്റെ ഇത്രയും സംസ്ഥാനങ്ങൾക്ക് മോചനം വേണം
എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ കൂട്ടായ്മ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ല, അക്കാഡമിക് സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ല, ഇന്ത്യ വിരുദ്ധ നിലപാടെന്ന് മനസ്സിലാക്കാൻ മിനിമം നോളജ് ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അല്ല, അതല്ലല്ലോ നമ്മുടെ ചർച്ച. ശ്രീ ജെ ആർ പത്മകുമാർ, അങ്ങനെ ചെയ്യുന്നവർ കശ്മീരിലുണ്ട്. ഇന്ത്യൻ സേന വെടിവെക്കാതെ നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വലിയ മതിൽക്കെട്ടിനെതിരെ പാകിസ്ഥാൻ പതാക പാറിക്കുന്നതും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതി കാണിക്കുന്നതും മുഖം മറച്ച് പോലീസിനെതിരെയും സൈനിക വിഭാഗങ്ങൾക്കെതിരെ കല്ലെറിയുന്നതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് അതൊക്കെ സഹിച്ചിരിക്കാനേ കഴിയുന്നുള്ളൂ. കാരണം ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഗതികേടുണ്ടായിപ്പോയി. അതിൻ്റെ ഒരു ചെറിയ ശതമാനം ഇപ്പോൾ JNUവിൽ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. നിങ്ങൾ JNUവിൽ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരെ പിടികൂടൂ, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരൂ, അവർക്കെതിരെ 124A ചുമത്തൂ, ഒരു പരാതിയും ഉണ്ടാകില്ല. കശ്മീരിൽ പോയി ഇവരെ പിടിച്ചുകൊണ്ടുവരൂ, അവരെ കൽത്തുറുങ്കിലടക്കൂ, ഒരു പരാതിയും ഉണ്ടാകില്ല. കനയ്യകുമാർ എന്തു കുറ്റം ചെയ്തു എന്ന് മാത്രമാണ് ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിന് താങ്കൾ ഉത്തരവ് നൽകിയിട്ടില്ലേ? അല്ലല്ല, ഇത് കനകകുമാർ കുറ്റം അല്ലല്ല, കനകകുമാർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ പറയാൻ കഴിയുക? അത് അന്വേഷണം നടക്കുകയല്ലേ? അന്വേഷണം നടക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. കനയ്യകുമാറിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ചവിട്ടുകയും കുത്തുകയും ചെയ്യുകയല്ലേ? അല്ലല്ല, ഇവിടെ ചില ആളുകളും നമ്മൾ ചില ആളുകളും ബുദ്ധിജീവികളായിട്ട് നടിക്കുന്ന ആളുകളുമാണ് ഇതിനെ തടസ്സം ചെയ്ത്. പോലീസ് അതിന്റെ വഴിക്ക് പോട്ടെ, അന്വേഷിക്കട്ടെ. മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിക്ക് അകത്തുണ്ട്, അവരെ അറസ്റ്റ് ചെയ്യാനുള്ള പി ശ്രീരാമകൃഷ്ണൻ, റോജി എം ജോൺ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ജോർജ്, ഒപ്പം തന്നെ അമുദ, വളരെ നന്ദി 8 സവറിൽ പങ്കെടുത്തതിന്.